അപ്കമിങ്ങിൽ വരാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫോൺ സാംസങ് ഗാലക്സി S25 FE എന്നാണ് ഫോണിൻ്റെ നെയിം. അപ്പോൾ ഇത് ഈ ഒരു മാസം ലോഞ്ച് ഉണ്ടാവുന്ന പല സൈറ്റിലും പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പ്രൊട്ടക്ഷനായിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടറിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. സൈഡ് അലുമിനിയം ഫ്രെയിമാണ്. പിന്നെ IP68 വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രോസസ്സർ പറയുമ്പോൾ Exynos 2400 എന്ന സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 7 വർഷം മേജറായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല. സാംസങ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്, പല സൈറ്റിലും പറയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 MP 8 MP ഒരു ടെലിഫോട്ടോ, പിന്നെ ഒരു 12 MP വൈഡ് ആംഗിളും. ഫ്രണ്ട് ക്യാമറ 12 MP ആണ്. പിന്നെ അതേപോലെ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടാണ്. പിന്നെ അതിൻ്റെ USB Type-C പോർട്ട് 3.2 ആണ്. പുതിയ വേർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അടിപൊളിയായി. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളാണ്. പിന്നെ 4900 mAh ബാറ്ററി, 45 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടുണ്ട്. പിന്നെ അതേപോലെ 25 വോൾട്ടിൻ്റെ വയർലെസ് ചാർജും റിവേഴ്സ് വാറ്റ് ചാർജും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 70,000 രൂപ ടു 50,000 രൂപയുടെ ഉള്ളിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് കുറേ സ്ഥലത്ത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പൊക്കെ പറയുമ്പോൾ 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. പക്ഷേ അത് കുറേ സൈറ്റുകളിൽ കൊടുത്തിട്ടില്ല. ഏതാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം.